വാഗ്ദാനങ്ങളുടെ നിഴലോടെ വേദിയിൽ നിന്ന് ഇറങ്ങുന്നു. നമസ്കാരം. വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പൊതുജനം പറഞ്ഞു. അതാണ് ഈ ഇലക്ഷൻ്റെ ടോട്ടൽ റിസൾട്ടിനെ പറ്റി പറയാനുള്ളത്. നമുക്കറിയാം, നിലവിലുള്ള ഭരണകൂട ഭീകരതയായിരുന്ന പിണറായിസ്റ്റ് ഭരണത്തെപ്പറ്റി പൊതുസമൂഹം എത്രമാത്രം വെറുത്തു പോയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രതിഫലനമാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടും പൊതുസമൂഹം തന്നെ നൽകിയ മറുപടി. അതാണ് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞവനോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ജനങ്ങൾ. പോ മോനെ വിജയ എന്നല്ല, ഇറങ്ങിപ്പോ മോനെ വിജയ എന്നാണ് രാഹുൽ മാക്കൂട്ടം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ചെറിയൊരു പോസ്റ്റാണ്. ഇത് തന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിച്ചിരുന്നത്, പറഞ്ഞിരുന്ന കാര്യം. അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഇലക്ഷനെ പറ്റി ഇനിയിപ്പോൾ അധികം റിവ്യൂ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പൊതുജനങ്ങൾ അത് വളരെ അവധാനതയോട് തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അഹങ്കാരികൾക്കും സ്വേച്ഛാധിപതികൾക്കും തന്നിഷ്ടക്കാർക്കും കൊടുക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണമാണ് നടന്നിരിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിപ്പോൾ 23ാമത്തെ മുഖ്യമന്ത്രിയാണ് സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രി EMS ആണ്. അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും എത്രയോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും മറ്റ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു. പക്ഷേ ഇത്രയും ഒരു സ്വേച്ഛാധിപതി, തന്നിഷ്ടക്കാരൻ, അഹങ്കാരി, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഏകാധിപതിയായിട്ടുള്ള ഒരു ഭരണാധികാരി ശ്രീ പിണറായി വിജയനെ പോലെ വേറെ ഇല്ലായിരുന്നു എന്നുള്ളതും പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം അഹങ്കാരികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു അടി അത് കൃത്യമായിട്ടും ഇവിടെ ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ ഒരു KSRTC ഡ്രൈവറെ തിരുവനന്തപുരത്ത് വെച്ച് ഏകദേശം 18 മണിക്കൂർ നേരത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു വന്ന ഒരു KSRTC ഡ്രൈവറെ ഇതുപോലെ അഹങ്കാരത്തിൻ്റെ പേരിൽ നടു റോഡിൽ വെച്ച് നാറ്റിച്ചതിൻ്റെ ഒരു പ്രതിഫലനം തിരുവനന്തപുരം മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അവരോടൊപ്പം അന്നുണ്ടായിരുന്ന അവരുടെ ഭർത്താവും ബാലുശ്ശേരി MLA-യുമായിട്ടിരുന്ന സച്ചിൻ ദേവ് കൂട്ടരും കൂട്ടിക്കാണിച്ചത്. അവർക്ക് രണ്ട് കൂട്ടർക്കും ശക്തമായൊരു മറുപടി പൊതുസമൂഹം നൽകി. ഈ ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരത്തിന് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രനെ പച്ചതൊടാതെ വീട്ടിൽ കൊണ്ടിരുത്തി. ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവിനെ ഇന്നലെ വോട്ടെണ്ണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാലുശ്ശേരി MLA ആയിരുന്ന സച്ചിൻ ദേവിനെ അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടിരുത്തി. അതോടൊപ്പം തന്നെ ആ യദു എന്ന ആ ഒരു KSRTC ഡ്രൈവറോട് നീതി പുലർത്താതിരുന്ന നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറിനെ അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടിരുത്തി. അപ്പം ഇവിടെയെല്ലാം പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം, അവിടെയാണ് നമ്മളിതിനെയെല്ലാം നോക്കിക്കാണേണ്ടത്. അതായത് ഇത്തരം അഹങ്കാരികളെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അന്ന് ഏതെല്ലാം രീതിയിലായിരുന്നു ആ ഒരു KSRTC ഡ്രൈവറോട് കാണിച്ചത്. ഒരു KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ സംബന്ധിച്ച് വെറും ഒരു കടുക് മണിയോളം പോലും വില നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം സമീപനങ്ങളൊക്കെ അവരെടുത്തിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നഗരസഭയുടെ അധിപയായിട്ടിരിക്കുന്ന തിരുവനന്തപുരം മേയർ, മറ്റൊരാൾ ബാലുശ്ശേരിയിൽ നിന്നുള്ള നിലവിലെ MLA, തന്നെയല്ല ഭരണകക്ഷിയുടെ ഏറ്റവും ശക്തനായിട്ടുള്ള വക്താവ്. ഇനി അടുത്തയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗതാഗത വകുപ്പ് മന്ത്രി, അതും തന്നിഷ്ടക്കാരനും മാടമ്പിയും എന്ന് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ ആ ഒരു ചെറ്റത്തരം, അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയേണ്ടത്. പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റത്തരം, അതിന് കൊടുത്ത ജനങ്ങൾ കൊടുത്ത ഒരു മറുപടിയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ആ ഒരു സംഭവത്തെപ്പറ്റി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഒരു കാരണവശാലും അന്നേ ദിവസം പാതിരാത്രി, ഏകദേശം രാത്രി 9 മണി സമയത്താണ് ഇത്. പാതിരാത്രി എന്ന് പറയുന്നില്ല എങ്കിലും നല്ല രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിലാണ് ലൈംഗിക ചേഷ്ട. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് അവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് വാഹനം തടയുമ്പോൾ അവിടെ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ്, കൊടുവാൾ പോലെ ഈ സമൂഹത്തിൽ എടുത്തുപയോഗിക്കുന്ന ഒരു ആയുധമാണ് ലൈംഗിക ചേഷ്ട കാണിച്ചു
എന്നുള്ള ഒരു നികൃഷ്ടമായ അല്ലെങ്കിൽ വെറും അശ്ലീല ആഭാസകരമായ നികൃഷ്ടമായ ഒരു ആയുധം അത് ഈ സമൂഹത്തിൽ ഇപ്പോൾ പലരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നവർക്കൊക്കെ അടി കിട്ടുന്നുമുണ്ട് എന്നാണ് നമുക്കിവിടെ പറഞ്ഞു നോക്കാനുള്ളത്. അതുപോലെ തന്നെ ചെയ്തൊരു കാര്യമാണ് ഈ പാലക്കാട് ഇപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും ഉറപ്പായ സീറ്റ് എന്ന് അവകാശപ്പെട്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച പാലക്കാട് ഈ കഴിഞ്ഞ ദിവസം വോട്ടിന് പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ UDFൻ്റെ ചില പ്രവർത്തകർ ഇവരുടെ ഫോട്ടോ എടുക്കുകയും അതിനെപ്പറ്റി ഉണ്ടായ കോലാഹലങ്ങൾ ആ ഒരു സന്ദർഭത്തിലും തൻ്റെ കൊച്ചുമകൻ്റെ അത്രയും പ്രായമില്ലാത്ത ആ ഒരു വ്യക്തിയോട് പോലും അത് അത്രയും ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് അവർ പറഞ്ഞ വാചകം ഇത് തന്നെയാണ്. തൻ്റെ നേരെ ലൈംഗിക ചേഷ്ടയോട് കൂടിയ ചിഹ്നം കാണിച്ചു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞാണ്. BJPയുടെ തലമുതിർന്ന ഒരു വനിതാ നേതാവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ BJPക്ക് ഏറ്റവും ഉറപ്പായ ഒരു സീറ്റ് എന്ന് പറഞ്ഞ് പാലക്കാട് സീറ്റായിരുന്നു. പക്ഷെ ഫലം വന്നപ്പോൾ എന്തോ വേണ്ടി ഫലം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ UDF തന്നെ ജയിച്ചു. BJP അവിടെ ഒന്നുമല്ലാണ്ടായിപ്പോയി. ഇതാണ് സംഭവിച്ചത്. ഈ അനാവശ്യമായിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ഏത് വന്നു കഴിഞ്ഞാലും ഈ ലൈംഗിക ചേഷ്ട എന്നൊക്കെ എടുത്ത് പറയുന്ന വൃത്തികെട്ട വളരെ നികൃഷ്ടമായ വളരെ അശ്ലീലമായ വളരെ ആഭാസമായ ഇത്തരം ഈ നിലപാടുകൾക്കെതിരെ പൊതുസമൂഹം ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം കാലം വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നിസ്സാരമായ ഏറ്റവും നികൃഷ്ടമായ ഒരു വജ്രായുധം പോലെയാണ് പലരും ഇത്തരം കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നത്. ലൈംഗികത എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം അഹങ്കാരികൾക്ക് കൊടുക്കുന്ന ആ ഒരു മറുപടി അത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നിലപാടുകൾ ഉണ്ടാവേണ്ടത് തന്നെയാണ്. ആരെങ്കിലും ഒതുക്കാനും മൂലക്കിരുത്താനും ഒക്കെ ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമായിട്ട് ഒരു കാരണവശാലും ഇനി ഇത്തരം ഈ അശ്ലീല ആഭാസങ്ങൾ എടുത്ത് വിനിയോഗിക്കരുത്. യഥാർത്ഥ അതിജീവിതമാർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നീതിന്യായ സംവിധാനത്തെ തകിടം മറിക്കുന്നത് കൂടിയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. കാരണം ഇവർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നീതി ലഭിക്കേണ്ടുന്ന യഥാർത്ഥ അതിജീവിതമാർക്ക് പലപ്പോഴും അത് ലഭിക്കാനുള്ള അവസരം ഉണ്ടാവാതെ വരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇവിടെ വളരെ അപകടകരമാകുന്നത് കൊണ്ട് കൂടിയാണ് ഇത്തരം ഈ അശ്ലീലങ്ങൾ അനാവശ്യമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നവരൊക്കെ ശരിക്കും പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരൊക്കെ മൂലയ്ക്ക് ഇരുത്തുന്നത് അത് വളരെ നല്ലത് തന്നെയാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. എന്താണെങ്കിലും പുതിയ മന്ത്രിസഭയൊക്കെ അധികാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ട പ്രാധാന്യം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ശക്തമായിട്ട് പുതിയ ഭരണ നേതൃത്വത്തെയും അറിയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.